ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ത്ലി റീഡിംഗ് ആണ്. അതായത് മാർച്ച് 2025 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം എക്ലിപ്സ് സീസൺ ആണ്. മാർച്ച് 14 ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സ് ആണ്. അതോടൊപ്പം തന്നെ 29 വന്നിട്ട് ന്യൂ മൂൺ സോളാർ എക്ലിപ്സ് ആണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്ന മന്താണ്. അപ്പോൾ വളരെ സ്പിരിച്വലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ, ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട്, അതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ 31 റംസാനും വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് വിഷസ്. അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി, ഹോളിയും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫുൾ മൂണിൻ്റെ ഒപ്പമാണെന്ന് തോന്നുന്നു 14. അപ്പോൾ ഒത്തിരി ഫെസ്റ്റിവൽ സീസണാണ്, ഒത്തിരി ആഘോഷങ്ങളുടെ സമയമാണ്, ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നെക്സ്റ്റ് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നമുക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മാർച്ച് മാസത്തോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഈ ഒരു മന്തിലെ മെയിൻ തീം എന്താണ്, മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. നമ്പർ 17 നർച്ചറിങ് മൈ സോൾ. ഈ ഒരു മന്ത് വന്നിട്ട് കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങളെ പരിപാലിക്കുക, സെൽഫ് കെയർ റുട്ടീനായിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക. ആ ഒരു തീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ടാകാം, യാത്രകൾ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് ഫിസിക്കൽ ജേർണി ആയിരിക്കാം, അല്ലെങ്കിൽ മൈൻഡിലൊരു ഷിഫ്റ്റായിരിക്കാം, ഒരു മാറ്റമായിരിക്കാം. പുതിയൊരു സ്പേസിലോട്ട്, പുതിയൊരു എനർജിയിലോട്ട് മാറാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. അതുപോലെ തന്നെ ഹാൻഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൈകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു മന്ത് ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയും കുറച്ചും കൂടെ അവെയർ ആകുന്ന ഒരു മന്താണ്. അതായത് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടെ അവെയർ ആകുന്നതായിട്ട്, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു എനർജിയും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു തീമും കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ബാക്കിൽ വന്നിട്ട് നമ്പർ 10 ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ വിത്തിൻ. കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്, ആത്മീയമായിട്ടുള്ള ഒരു എനർജിയാണ്. എവറിത്തിങ് ഐ നീഡ് ഈസ് ഓൾറെഡി ഇൻസൈഡ് മീ ആസ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജി അതൊക്കെയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ഹീൽ ചെയ്യാനായിട്ട്, നിങ്ങളുടെ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേര് വീടിന്, ഹോമിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മേടിക്കാനായിട്ട്, വീട് മോടി പിടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പുതിയ വീട്ടിലോട്ട് മാറുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേര് അഗെയിൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും തൻ്റേതായിട്ടുള്ള ടൈം കണ്ടെത്താനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി വന്നിട്ട് വളർച്ചയാണ്. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ആ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറേ പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ആത്മാവിനെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യുക, കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക.
പുതിയ പുതിയ അറിവുകൾ നേടുക. കുറച്ച് പേര് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകാം, പാസ്റ്റിനെ കുറിച്ചിട്ട്, തൻ്റെ എനർജിയെ കുറിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഒരു തീമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് സ്പിരിച്വലായിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു മന്തിൻ്റെ സ്റ്റാർട്ടിങ് ടൈം കുറച്ച് പേർക്ക് 17th, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീക്ക് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സക്സസ്, ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ഒരു ഹീലിംഗ് കൊണ്ടുവരുന്നു, ഒരു ക്ലെൻസിങ് കൊണ്ടുവരുന്നു, അത്രയും നിങ്ങളുടെ ലൈഫിൽ സക്സസ്, പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സണ്ണിൻ്റെ എനർജി, സൂര്യൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ ഒത്തിരി റെക്കഗ്നിഷനാണ്, ഒത്തിരി നേട്ടങ്ങൾ നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. പൈൽ നമ്പർ 1, താങ്ക് യു. പൈൽ നമ്പർ 1. Take a chance. It's time to step outside your comfort zone. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കി വച്ചേക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സേഫ് സ്പേസ് ആയിരിക്കാം, അതെല്ലാം വിട്ടിട്ട് കുറച്ചൊരു പരിചയമില്ലാത്തൊരു മേഖല അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാനായിട്ട് മടിക്കാതിരിക്കുക, റീച്ച് ഔട്ട് ചെയ്യുക. അതും കുറച്ച് പേരെ ഈ ഒരു മന്ത് സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു എന്തൂസിയാസം, ആ ഒരു പവർ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ പരിപാലിക്കാനായിട്ടാണ് ഈ ഒരു മന്ത് പറയുന്നത്. അപ്പോൾ പിന്നോട്ട് പോകാതിരിക്കുക. ചാൻസസ്, അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് നർച്ചർ ചെയ്ത്, പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളാണെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഈ ഒരു മന്ത് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക്. ഫിയർലെസ്നെസ്, ടേൺ യുവർ വറിയർ ഇൻ ടു എ വാരിയർ. സോളാർ പ്ലെക്സസ് ചക്രയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് വിശ്വാസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ട്രസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാരണം ചില സിറ്റുവേഷൻസ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നുണ്ടാകാം, ഒരു ക്ലിയർ പിക്ചർ നൽകാതെ കൺഫ്യൂഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ എനർജി നിങ്ങളെ ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സോളാർ പ്ലെക്സസ് ചക്ര മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു അഡ്വൈസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓപ്പൺ അപ്പ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ പാഷൻസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ മണി, ഫിനാൻസ്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കുക. താങ്ക് യു. പൈൽ നമ്പർ 1 ഇവിടെ നമ്പർ 21 ദ വേൾഡിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ്, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ മെച്യൂർ ആകുന്നതായിരിക്കാം, ആ ഒരു ടൈം പീരീഡ് കഴിയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു മന്ത് ആയിരിക്കാം, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി സക്സസ്, ഒത്തിരി അച്ചീവ്മെൻറ്റിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് തൻ്റെ മണി, ഫിനാൻസ്, അബണ്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കരിയറിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക്
ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് തൻ്റെ പാഷൻ എന്താണ്, താൻ എന്ത് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ താനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം എനിക്ക് തൃപ്തിയുണ്ട്, എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്, അതെല്ലാം കുറച്ച് പേര് തിരിച്ചറിയുന്ന ഒരു മന്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ പാഷൻ എന്താണ്, തൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, തൻ്റെ മനസ്സ് ഹാപ്പിയാണോ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതെല്ലാം കുറച്ച് പേര് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് ഇവിടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി, പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അതും ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാർട്ട്ണറായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭം, എന്തെങ്കിലുമൊക്കെ പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. യാത്രകൾ കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ടാകാം. മജിഷ്യൻ്റെ എനർജി വരുന്നുണ്ട്. ലവ് റിലേഷൻഷിപ്പിലും ഒത്തിരി മാജിക്കലായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ശാന്തി, സമാധാനം, അത് കുറച്ച് പേര് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു മന്തായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊരു മിസ്റ്ററിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാകില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 5D റിയാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാകത്തില്ല. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഈ ഒരു മന്ത് നിങ്ങളുടെ ഫാമിലി, കുട്ടികൾ, അവർക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ ചൈൽഡ്ഹുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു എനർജി നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മൂൺ മെസ്സേജസ് നോക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സിൻ്റെ എനർജി നോക്കുക. അപ്പോൾ ഈ ഒരു മന്ത് 14th വന്നിട്ട് ചന്ദ്രഗ്രഹണമാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കുക. ഫസ്റ്റ് ഈ ഒരു ലൂണാർ എക്ലിപ്സ് വന്നിട്ട് പൈൽ നമ്പർ 1 ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? താങ്ക് യു. ലൂണാർ എക്ലിപ്സ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഹീലിങ്ങിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ, ക്ലെൻസിങ്, ലെറ്റ് ഗോയുടെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഓർഗാനിക്കലി സംഭവിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടവർ മൂവ്മെൻറ്റ്സ് വന്നിട്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട്, ചാലഞ്ചസ് വന്നിട്ട്, അതിൽ നിന്നും ഹീലിംഗ് സംഭവിച്ചിട്ട് നിങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് ഈ ഒരു ന്യൂ മൂൺ, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സ് കൊണ്ടുവരുന്നത്, ചന്ദ്രഗ്രഹണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ്, ഓക്കെ, അത് നിങ്ങളെ എന്താ പറയുക, ഒത്തിരി പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ വിസ്ഡം വർദ്ധിക്കുന്നതാണ്. ഒരു ചാലഞ്ച് വരുന്നുണ്ട്, ഒരു എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രാമ, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ആ ഒരു അറിവ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതാണ്. ഇവിടെ എൻ്റെ എനർജി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെയാണ് എൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്താണ് പറയേണ്ടത്? നിങ്ങളെ ഇൻറ്റ്യൂഷൻ റൈറ്റായിട്ട്, കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജിയിലോട്ട് വരുന്നതാണ്. ഈ ഒരു എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്ലിപ്സ് സീസൺ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫുൾ മൂൺ എക്ലിപ്സ് സീസൺ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ടൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്,
നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക്സ് എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്ത് ഹീലിംഗ് എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സ് പൈൽ നമ്പർ 1 ലൈഫിൽ കൊണ്ടുവരുന്നത്? താങ്ക് യു. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ്, ഹോർമോണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കാതെ നിങ്ങൾ പെരുമാറിയ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് തനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണ്? കുറച്ച് പേർക്ക് ഒരു എന്തൂസിയാസം ഇല്ലാതിരിക്കുക, ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക. എന്ത് കിട്ടിയാലും അത് എന്താ പറയുക, കുറച്ച് സമയത്തോട്ടുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും എന്താ പറയുക, ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നതാണ്. തൻ്റെ ഫ്രൂട്ട്സ്, തൻ്റെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട്, ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ നോളേജ്, അറിവ് കൊണ്ടിട്ട് അതെല്ലാം പോസിറ്റീവായിട്ട് നേരിടാനായിട്ടുള്ള, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നേരിടാനായിട്ടുള്ള ഒരു ഹീലിംഗ് എനർജിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ടു ഓഫ് സോഡ്സിൻ്റെ എനർജി. ഈ ഒരു പ്രോസസ്സ് വന്നിട്ട് നിങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡ് സ്പേസും, നിങ്ങളുടെ ചിന്താരീതിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസും, വൈകാരികമായിട്ടുള്ള എനർജീസും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. എവിടെ നോ പറയണം, എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, അതെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കുറച്ച് പേർക്ക് പല രീതിയിലായിരിക്കാം. കുറച്ച് പേർക്ക് ഈസി ആയിരിക്കാം. നിങ്ങളതിനെ ഒത്തിരി എന്താ പറയുക, ബ്ലോക്ക് ചെയ്യുന്നില്ല, അതിനെ എതിർക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സത്യം, ട്രൂത്ത് വരുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിലോട്ട് വരുന്നതാണ്. കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജിയും നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നിങ്ങൾ ഈ ഒരു ലൂണാർ എക്ലിപ്സ് ടൈമിൽ എന്ത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും? പൈൽ നമ്പർ 1 ലൈഫിൽ എന്ത് എനർജിയിലിരിക്കണം? താങ്ക് യു. കുറച്ച് പേർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി, കുറച്ചും കൂടെ ആത്മീയമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടോ, ഏസ് ഓഫ് കപ്സ്. കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ, പോസിറ്റിവിറ്റി, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോടും മറ്റുള്ളവരോടും. അതും കുറേ കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സൈക്കിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ടുള്ള അഡ്വൈസ്, റോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. ന്യൂ മൂൺ സോളാർ എക്ലിപ്സിൻ്റെ എനർജി നോക്കാം. സൂര്യഗ്രഹണം. ഇത് വന്നിട്ട് മാർച്ച് 29 ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. താങ്ക് യു. സെലിബ്രേഷൻ. റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാർമണി, ഒരു ബാലൻസ് നഷ്ടപ്പെടുത്തുന്ന എനർജീസ് എന്താണോ അവിടെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, എന്തെങ്കിലും റിസോൾവ് ചെയ്യാനായിട്ടുണ്ട്, എന്തെങ്കിലും ഹീൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസിലോട്ട് ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. വാച്ച് ഫോർ സൈൻസ് വന്നിട്ടുണ്ട്. ബാക്കിൽ ദ പാസ്റ്റ് കണ്ടോ. പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് അത് ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഒരു വലിയ ബട്ടർഫ്ലൈ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാസ്റ്റ് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്, ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, ചേഞ്ചസ് ആയിരിക്കാം.
ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി കൊണ്ടുവരുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും സ്ട്രോങ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എനർജിയിലിരിക്കണം, അതായത് ഈ ഒരു എക്ലിപ്സ് ടൈമിൽ, സോളാർ എക്ലിപ്സ് ടൈമിൽ എന്ത് എനർജിയിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. ഒരു ഫ്രഷ് മൈൻഡ്, അല്ലെങ്കിൽ ലൈഫിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. പുതിയ എനർജീസിനെ ഞാൻ വെൽക്കം ചെയ്യുന്നതാണ്. എൻ്റെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ്, ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നതാണ്. എൻ്റെ ഉള്ളിലും ചുറ്റുമുള്ളവരുടെ ലൈഫും ഒത്തിരി ഹാപ്പിനെസ് കൊണ്ട് നിറയുന്നതാണ്. ആ ഒരു എനർജിയിൽ, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സൂര്യഗ്രഹണ സമയത്ത് വന്നിട്ട്. അപ്പോൾ ന്യൂ ബിഗിനിങ്, പുതിയ സ്റ്റാർട്ട്, മാറ്റങ്ങൾ, അതിനെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിലിരിക്കാനായിട്ടാണ് കുറച്ച് പേർക്കൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിലോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കുക. പൈൽ നമ്പർ 1 മാർച്ച് മാസത്തോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ വന്നിട്ട് ഒത്തിരി നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചറാണ്, മെൻറ്ററാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണലിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. നിങ്ങൾ പറയുന്ന വേർഡ്സ് മറ്റുള്ളവർ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഒത്തിരി റെസ്പെക്റ്റ് ലഭിക്കുന്നതായിട്ടും ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹ്യൂമറസ് ആയിട്ടുള്ള എനർജി, സ്റ്റാൻഡപ്പ് കോമഡി ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങളായിരിക്കാം, എന്തെങ്കിലും പ്രൊജക്ട്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ചാരിറ്റിയുടെ എനർജിയാണ്. മറ്റുള്ളവരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലൊരു ബാലൻസ് കാണുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങളോട് തന്നെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കാരണം ഇവിടെ കുട്ടിയുടെ ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആ ഒരു വൂണ്ട് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ബാലൻസ് നിലനിർത്താനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം, മുൻഗണന കൊടുക്കുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ യാത്രകൾ കാണുന്നുണ്ട്. ഓക്കെ, അതും കുറച്ച് പേർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടാകാം. അഗെയിൻ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്, കുട്ടികളുടെ എനർജിയാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ആത്മീയമായിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിത്വം, അവിടെ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കൂടെ കടന്നു പോകുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ലൈഫ് എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുക, അതിലെല്ലാം നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ലവ്, ഫാമിലി അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ്, പേഴ്സണലി നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പെറ്റ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡെഡ് ലൈൻ ആയിരിക്കാം, അത് നിങ്ങളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലവരുണ്ടാകും ലാസ്റ്റ് മൂമെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ കിച്ചൻ്റെ എനർജി കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് അവിടെ ഓർഗനൈസ് ചെയ്യാനായിട്ട്, അവിടെ കുറച്ചൊരു
എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് മോട്ടിവേഷൻ വരുന്നുണ്ടാകാം, ഇൻസ്പിറേഷൻ വരുന്നുണ്ടാകാം. കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ഇൻസ്പിറേഷൻ വരുന്നതായിട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, മോഡിഫിക്കേഷൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. അത് നിങ്ങളെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് കുറച്ചും കൂടെ പുറത്ത് കടക്കുന്നതാണ്. ലൈഫ് കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ചെറിയ സ്പേസിലാണ് നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ചൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിരിക്കാം. അടുക്കള കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഹെർമിറ്റിൻ്റെ എനർജി ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന എനർജിയാണ്, സെൽഫ് ഡിസ്കവറിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ഗുരുവിൻ്റെ, മെൻറ്ററിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഗുരു ആണെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒത്തിരി ഓപ്പർച്യൂണിറ്റി, ഒത്തിരി റിസോഴ്സസ്, ഒത്തിരി പോസിറ്റീവ് എനർജി ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, പുതിയ എനർജീസ്, ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മാർച്ചിൻ്റെ എനർജി വന്നിട്ട്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആത്മീയമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട്, ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റംസാനും വരുന്നുണ്ട്. എല്ലാവർക്കും അഡ്വാൻസ് വിഷസ് നേരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോളിയും വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എൻജോയ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. കളേഴ്സ് ആഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. എവിടെയെല്ലാമാണോ ഒരു മങ്ങിയിരിക്കുന്നത്, കുറച്ചൊരു ഡിപ്രഷൻ്റെ എനർജിയിലിരിക്കുന്നത്, അവിടെയെല്ലാം നിങ്ങൾ കളേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്, അതുപോലെ തന്നെ ആനിവേഴ്സറി വിഷസ്. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മാർച്ച് 2025 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നിങ്ങളുടെ മെയിൻ തീം, മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. നമ്പർ 4 ട്രാൻസ്ഫോർമേഷൻ ആണ്. പാർട്സ് ഓഫ് മൈ ട്രാൻസ്ഫോർമേഷൻ മൈറ്റ് ബി അൺകംഫർട്ടബിൾ ബട്ട് ഐ ഹാവ് ദ പവർ ടു ഗോ ത്രൂ ദിസ്. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻ ചാലഞ്ചിങ് ആയിട്ട്, ബുദ്ധിമുട്ട് ആയിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാരണം ചേഞ്ചസ്, മാറ്റങ്ങൾ വന്നിട്ട് അത്ര എളുപ്പമല്ല. കുറച്ച് പേർക്ക് സഡൻ ആയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള, ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലെല്ലാം എങ്ങനെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താം, എത്രയൊക്കെ സിറ്റുവേഷൻ ചാലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എങ്ങനെ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ പീസ്, സമാധാനം കെടുത്തുന്ന എനർജീസ് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ പെരുമാറാം, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യാം, അതൊക്കെ ഒരു മെയിൻ തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ബട്ടർഫ്ലൈസ് ഒത്തിരി കാണുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പീക്ക് ടൈം ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും. ആ ഒരു തീമും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പേസ്, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ, പാസ്റ്റിലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എംപ്റ്റി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സ്പേസ് ഉണ്ടാകുന്നതാണ്.
പുതിയ കാര്യങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട്, പുതിയ തോട്ട് പ്രോസസ്സ്, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒത്തിരി സ്പേസ് ഉണ്ടാകുന്നതാണ്. അതൊരു നല്ല കാര്യമായിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പേസ് കണ്ടെത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചും കൂടെ തൻ്റെ ആ ഒരു സ്പേസിലിരിക്കാനായിട്ട്, കുറച്ചൊന്ന് ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി സ്പേസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി ഹെഡ് സ്പേസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ റൂട്ട് ചക്രയിലോട്ട് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. നമുക്ക് നോക്കാം. കുറച്ച് പേർക്ക് ഇത് ആസ്ട്രോളജി, ആസ്ട്രോണമി അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. ഫൈൻഡ് ദ ലെസൺ. ഇവിടെ പറയുന്നത് സംതിങ് ഹാസ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് സ്റ്റോപ്ഡ് യു ഇൻ യുവർ ട്രാക്ക്. പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, സിറ്റുവേഷൻ കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ ഒരു ന്യൂ എനർജി, അവിടെ കുറച്ചും കൂടെ നർച്ചറിങ്ങിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവരുടെ റിയാലിറ്റി നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. അതിന് പകരമായിട്ട് നിങ്ങളുടെ ട്രൂത്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിൽ ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. In reality, it was simply teaching you where you need to grow. There is no such thing as failure, so pick yourself up, learn from it and keep going. തളർന്നു പോകാതിരിക്കുക, ലെസൺസ് മനസ്സിലാക്കുക. തോറ്റുപോയി, എന്നെക്കൊണ്ട് സാധിച്ചില്ല, അങ്ങനത്തെ എനർജീസിൽ നിന്ന് മാറിയിട്ട് അവിടെ നിന്ന് എനിക്ക് എന്ത് ലേൺ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, കെയർ കൊടുക്കുക. അതെല്ലാം ഈ ഒരു മന്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ ചക്ര മെസ്സേജ് നോക്കാം. അഡ്വൈസ് എന്താണ് ഈ ഒരു മന്തിലോട്ടുള്ള? പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. ഡെസ്റ്റിനി, ഫോളോ യുവർ ഇൻസ്റ്റിങ്സ്, ദേ ലീഡ് ടു ദ ട്രൂത്ത്. തേർഡ് ഐ ചക്രയാണ്. അഗെയിൻ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക, സത്യം എന്താണോ അത് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇല്യൂഷൻ, മായയിലിരിക്കുന്നുണ്ടാകാം, ക്ലാരിറ്റി, വ്യക്തത ഇല്ലാതിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രൂത്ത് ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. താങ്ക് യു. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതാണ് മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി അവസരങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ, സ്കിൽസ് അംഗീകരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള റെസ്പോൺസ്, കറക്റ്റായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്.
കുറച്ച് പേര് തൻ്റെ ലവ് റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതുമായിട്ട് ഒത്തുചേർന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഓക്കെ, അവരുമായിട്ട് കുറച്ചൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഇമോഷണൽ എനർജി കുറവുള്ളതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പ്രതിഫലം, അത്രയും റിസൾട്ട് ലഭിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടിട്ട് വേറെ എന്തെങ്കിലും പാഷൻ, വേറെ എന്തെങ്കിലും കരിയറായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും കുറച്ച് പേര് ഈ ഒരു മന്ത് ശ്രമിക്കുന്നുണ്ടാകാം. അവിടെ കുറേ കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ പ്രോഫിറ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഓൾറെഡി ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻകം, പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നിങ്ങളുടെ കരിയറിൽ പരസ്പര സഹായത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടുതരുന്നതായിട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നോക്കാം. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ചൊരു ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് കുറച്ചും കൂടെ ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ കുറച്ചും കൂടെ പൂർണ്ണരൂപം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സിൻ്റെ എനർജി നോക്കാം. ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? മിസ്റ്ററിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി നിഗൂഢത, ഒത്തിരി സീക്രട്സിൻ്റെ എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് അൺസർട്ടനിറ്റിയുടെ എനർജിയാണ്. അതായത് ഒരു മിസ്റ്ററി വന്നിട്ട് നമുക്ക് ക്ലിയർ അല്ല എന്താണ് സംഭവിക്കുന്നത്. കുറച്ചൊരു ചെറിയ ചെറിയ ക്ലൂസ് ഉണ്ടാകാം, പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. നെക്സ്റ്റ് ഡയറക്ഷൻ എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ ഒരു എനർജി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. കുറച്ചും കൂടെ സമാധാനത്തോടു കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് സ്പിരിച്വൽ എനർജി ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡാർക്ക് സൈഡ്, നിങ്ങളുടെ ഷാഡോ സൈഡ് കുറച്ചും കൂടെ സർഫസ് ലെവലിലോട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പൊങ്ങി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ടോ, ലെറ്റ് ഗോ ചെയ്യാതെ പിടിച്ചു വച്ചിട്ടുണ്ടോ, അതൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട്, മനസ്സിൽ നിന്ന് കളയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്തിട്ട് പുതിയൊരു എനർജിയായിട്ട്, പുതിയൊരു ടൈം ലൈനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകുക. ക്ലാരിഫൈ ചെയ്യാം. കണ്ടോ, ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഡാർക്ക് സൈഡ്, നിങ്ങളുടെ ഷാഡോ സൈഡ് ഹീൽ ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഈ ഒരു ഫുൾ മൂൺ എനർജി കൊണ്ടുവരുന്നത്. ബാക്കിലും ഇവിടെ 9 of Swords ആണ്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, ചൈൽഡ്ഹുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം.
അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ടാകുന്നതാണ് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. കുറച്ച് പേർക്ക് നിങ്ങളെന്താണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ എനർജി എന്താണ്, അതിലെല്ലാം കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, ഏത് എനർജിയിലിരിക്കണം എന്ന് നോക്കുക. സ്ട്രോങ് ആയിട്ടിരിക്കുക, കുറച്ചും കൂടെ വിഷണറിയുടെ എനർജി, എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ സോളാർ എക്ലിപ്സ് നോക്കുക. 29th സോളാർ എക്ലിപ്സ് വരുന്നത്. ന്യൂ മൂൺ സോളാർ എക്ലിപ്സ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്താണ് കൊണ്ടുവരുന്നത്? താങ്ക് യു. മൂൺ സ്ട്രക്ക്, ടേക്ക് എ ബ്രീത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സോളാർ എക്ലിപ്സ് മെയിനായിട്ട് എൻഡിങ്സ് ആണ് കൊണ്ടുവരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ലിങ്കർ ചെയ്യുന്ന, ഇതുവരെ റിസോൾവ് ചെയ്യാത്ത പല ഇഷ്യൂസ് ഉണ്ടാകാം. അത് എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ബാലൻസ്, ഒരു സമാധാനം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു എനർജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം, എന്തൊക്കെ മനസ്സിലാക്കണം, ആ ഒരു എനർജിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കുറച്ച് പേർക്ക് എഗെയിൻ ഒരു മിസ്റ്ററിയാണ്, ഒരു അൺസർട്ടനിറ്റിയാണ്. നമുക്കറിയാൻ സാധിക്കത്തില്ല മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടിട്ടും കുറച്ച് പേരുടെ ടെൻഷൻ ആകുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഗോ ഫോർ ഇറ്റ്. കുറച്ച് പേർക്കൊരു അഡ്വൈസ് ആയിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫോക്കസാണ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഗോൾസിന്, നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസാണ് പറയുന്നത്. ഇവിടെ റിലേഷൻഷിപ്പും കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, താങ്ക് യു. കുറച്ച് പേർക്ക് ഈ ഒരു എനർജിയിൽ ഹീലിംഗ് സംഭവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂ സൈക്കിൾ ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ. അത് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്ട്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സത്യത്തിലോട്ട്, നീതിയിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്ന രീതിയിൽ, പെരുമാറ്റത്തിലെല്ലാം ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ, ഒരു പുതിയ പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നുണ്ടാകാം. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. കൺഫ്യൂഷനിൽ നിന്നെല്ലാം മാറ്റിയിട്ട് കുറച്ചും കൂടെ ഫ്രീഡം കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇല്യൂഷൻ, മായയിൽ നിന്നിട്ട് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട്, കുറച്ചും കൂടെ പീസ്, സമാധാനത്തിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സോളാർ എനർജി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്നേഹം, കമ്പാഷൻ്റെ എനർജിയും ചൂസ് ചെയ്യുക. അത് നിങ്ങളെ കറക്റ്റായിട്ടുള്ള ലൈറ്റിലോട്ട് നടത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഡ്വൈസിൻ്റെ രൂപത്തിലാണ് പറയുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജി, ഈ ഒരു വ്യക്തിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻഡിങ്സ് ആണ്. എന്തെങ്കിലും പാസ്റ്റിലെ എനർജീസ് എൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസിലോട്ട്, ഒരു പുതിയ ചാപ്റ്ററിലോട്ട് കടക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് അത് നിങ്ങളെ ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അതെല്ലാം ഹീൽ ചെയ്തിട്ട് ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ്? എംപ്രസിൻ്റെ എനർജി, ഒത്തിരി ക്രിയേറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മദർ ചൈൽഡ് റിലേഷൻഷിപ്പിലൊരു ഹീലിംഗ് ആണ്. കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പ്രഗ്നൻസിയുടെ എനർജി ആയിരിക്കും. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ്, അസിസ്റ്റൻസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു പുതിയ അവസരമാണ്, പുതിയൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുതിയ നെയ്ബർ ആയിരിക്കാം, പുതിയ ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു എനർജി മുന്നിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ എനർജി ആയിരിക്കും. പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ഡോറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നുണ്ടാകാം. ഇവിടെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, റിലേഷൻഷിപ്സിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ കുറച്ച് പേര് ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. എതിർപ്പുകൾ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, പേഴ്സണൽ ലൈഫിൽ ഒത്തിരി ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാത്തിലും ഒരു മോഡറേഷൻ, ഒന്നും കൂടുതലായിട്ട് ചെയ്യുന്നില്ല, ഒന്നും കുറഞ്ഞു ചെയ്യുന്നില്ല. ആവശ്യമുള്ള അളവിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഭക്ഷണ കാര്യങ്ങളിലായിരിക്കാം, ഉറക്കമായിരിക്കാം, ജോലി ചെയ്യുന്ന രീതിയിലായിരിക്കാം. എല്ലാ സ്പേസിലും ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് കുറച്ച് പേര് ഈ ഒരു മന്ത് ശ്രമിക്കുന്നുണ്ടാകാം. അത് ഒത്തിരി പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കോംപ്രമൈസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഒത്തിരി ഗോൾസ് അച്ചീവ് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ നേടണം. അത് നിങ്ങളെ ഈ ഒരു മന്ത് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് വിഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നേടണം, ഒത്തിരി വിഷൻ ഉണ്ടാകാം ലൈഫിനെ കുറിച്ചിട്ട്. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് വിദേശയാത്ര അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രാവൽ ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിട്ടും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരിക്കാം, ഗ്രൂപ്പായിട്ടുള്ള എനർജി ആയിരിക്കാം, കമ്മ്യൂണിറ്റി ആയിരിക്കാം. ആ ഒരു എനർജിയും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ബൂസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എഗെയിൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സാമിന് വേണ്ടിയിട്ടായിരിക്കാം, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, തന്നെ സേഫാക്കി നിർത്താൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിട്ടും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ എഗെയിൻ സക്സസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കും. കുറച്ച് പേർക്ക് എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് കാണുന്നുണ്ട്. ട്രഡീഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ഫാമിലി, ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഒത്തിരി ഹാപ്പി മൂമെൻറ്റ്സ് ഷെയർ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. മെയിനായിട്ട് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ ഈ ഒരു മന്ത് കടന്നു പോകുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മന്തിൽ റംസാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷസ് നേരുന്നു. എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ട്. അതുപോലെ തന്നെ ഹോളിയും വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി കളേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടെയെല്ലാമാണോ കുറച്ചൊരു ഡിമ്മായിട്ടിരിക്കുന്നത്, ഒരു ഡിറ്റർമിനേഷൻ ഇല്ലാതിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, കളേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻജോയ് ചെയ്യുക ഈ ഒരു മന്ത് വന്നിട്ട്.
അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾ എംബ്രേസ് ചെയ്യുക. ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്, അതുപോലെ തന്നെ ആനിവേഴ്സറി വിഷസ്. ആഘോഷങ്ങളെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മാർച്ച് മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.